ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി കാണില്ലേ ടർക്കി കോഴി. ഇത് വെച്ചിട്ടുണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതാ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലേ ഐസ് കിട്ടുള്ളൂ. ഐസ് വിട്ട് കിട്ടിയ പാടെ തന്നെ റാഷിദ അവിടെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ചിക്കൻ ബീഫ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഫ്രഷ് നമ്മൾ കട്ട് ചെയ്താണ് മേടിക്കാറ്. കട്ട് ചെയ്യാണ്ട് മേടിക്കുന്ന സമയത്ത് റാഷി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ട് തരാറ്. എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കാറില്ല. ഈ ഒരു കറി ഭയങ്കര സംഭവം എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇത് കട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇത് കഴിക്കാനുള്ള പകുതി മൂട് പോയിട്ടുണ്ടായിരുന്നു. ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിറയെ ചോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ചിരുന്ന ഫുഡ് തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അത് കണ്ടോടുകൂടി പകുതി മൂട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് റാഷിദ അതിവിടെ കഴുകി എടുക്കുന്നുണ്ട്. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഞങ്ങൾ ആദ്യം തന്നെ കല്ലുപ്പും അതുപോലെ സൊറുക്കയും, കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ്, സൊറുക്കയും കൂടെ വെച്ചിങ്ങാണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് പിന്നെ വെള്ളത്തിൽ കഴുകിയെടുക്കാറ് കേട്ടോ. കഴുകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ഒരു സ്വഭാവമുണ്ട്. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും കഴുകുമ്പോൾ ആ വെള്ളം നല്ലോണം തെളിഞ്ഞ് വരുന്നവരെ ഇറച്ചി മീൻ നന്നായിട്ട് ഇങ്ങനെ കഴുകി കൊണ്ടുപോയിക്കോട്ടാ. ഇത് നമ്മൾ എങ്ങനെ വെച്ചാലും ഇതിനൊരു കുത്തുണ്ടാവും കേട്ടോ. പരമാവധി കുത്തില്ലാത്ത രീതിയിൽ ഇത് നമ്മൾ വെക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ചെറിയൊരു കുത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകിങ്ങാണ്ട് റാഷിദ നേരെ കുക്കറിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതിന് ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചതച്ച് വെച്ചിരിക്കുന്നതും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി അതുപോലെ തന്നെ സവാള ഇത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഞാൻ അളവ് പറയുന്നില്ല കേട്ടോ. കാരണം ഓരോരുത്തരും ഓരോ അളവിലല്ലേ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽക്ക് ആവശ്യമുള്ള അനുസരിച്ചാണ് സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കേണ്ടത്. ഇത് അത്യാവശ്യം വലിയ ടർക്കി കോഴിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് അധികം തന്നെ തക്കാളിയും സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പരമാവധി കുത്തില്ലാത്ത രീതിയിൽ നമ്മളിത് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് അധികവും പുതിനയില അതിൻ്റെ കുറച്ചുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ വെച്ചാലും ഇതിനവസാനം ചെറിയൊരു കുത്ത് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിനകത്തേക്ക് പൊടികളായിട്ട് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, കറിമസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ ബാക്കി പൊടികൾ ചേർക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് പാകത്തിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് നല്ല വേവ് ഉണ്ട് കേട്ടോ സംഭവം. പക്ഷെ നമ്മളപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ട് 2 വിസിൽ മതിയായിരുന്നു. 3 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വെന്തുടഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു തരി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങായിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇങ്ങനെ അതൊക്കെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുക്കർ അടച്ചിങ്ങായിട്ട് നേരെ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഓരോ കുക്കറിലും ഓരോ വിസിലല്ലേ. അപ്പോൾ ഈ കുക്കറിൽ ശരിക്കും മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മതിയായിരുന്നു. ഞാൻ 3 വിസിൽ അടിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഇത്തിരി വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ വിസിലൊക്കെ വന്ന് വിസിൽ പോയതിന് ശേഷം ഇനി ഇത് നമുക്ക് പതുക്കെ തുറന്നു നോക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്തൊരു തരി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ചിക്കനിൽ നിന്നും സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ വെള്ളമാണ് കേട്ടോ അത്. പണി കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് നമുക്ക് നേരെ വേറൊരു കലത്തിലേക്ക് തട്ടിക്കൊടുക്കണം കേട്ടോ. മൺകലത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ പാത്രത്തിലേക്കായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു കലം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് അപ്പം തന്നെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ കുറച്ചൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വിസിൽ നിർത്തിയാൽ മതിയായിരുന്നു. ഞാൻ 3 വിസിലടിച്ചതിൻ്റെ പേരിലാണ് ഇത് ഇത്രയും വെന്തുടഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളിത് വേവിക്കുന്ന സമയത്ത് കറിമസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചും കൂടെ കറിമസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകവും നല്ല ജീരകവും കൂടെ പൊടിച്ചിങ്ങാനിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എരിവ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിങ്ങാനിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ചിലവർക്ക് ഈ ചെറിയ കുത്തുള്ളതിൻ്റെ പേരിൽ വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഇതൊരു റോസ്റ്റ് പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തങ്ങാണ്ട് നമുക്ക് വരട്ടിയെടുക്കില്ല അതുപോലെ എടുക്കാം. ചാറ് പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.